നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് ഇതുപോലുള്ള മിനി കാരിക്കേച്ചേഴ്സ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം പലരും ചെയ്ത വീഡിയോ പറയാത്ത പല കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ലൈക്ക് വീഡിയോ ഷർട്ടിൻ്റെയൊക്കെ കളർ മാറ്റാവുന്ന, അതുപോലെ തന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇടുക. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ട്യൂണാപ്പ് എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാണ്. എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോസ് എല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് കാർട്ടൂൺ ആക്കേണ്ട ഫോട്ടോ ഏതാണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫേസ് കാണാവുന്നൊരു പിക്കായിരിക്കണം. അതായത് ഫുൾ സൈസ് ഫോട്ടോ ഒന്നും എടുക്കരുത്, അല്ലെങ്കിൽ ദൂരത്ത് നിന്നുള്ളൊരു ഫോട്ടോ, അങ്ങനെയൊന്നും പാടില്ല. അഥവാ നിങ്ങളത് സെലക്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അത് ജസ്റ്റ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് ക്രോപ്പ് ചെയ്ത് വെക്കുക. കാരണം ഫേസ് ഇതിന് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യണം ഈ ഒരു ആപ്ലിക്കേഷനിൽ. ഇല്ലെങ്കിൽ ട്രൈ അനദർ ഫോട്ടോ എന്ന് പറഞ്ഞ് ഇതിലൊരു മെസ്സേജ് അല്ലെങ്കിൽ പോപ്പപ്പ് കാണിക്കും. അങ്ങനെ വരും. അതുകൊണ്ട് ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ ഒരു ഇമേജ് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ ഒന്ന് റീസൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്തായാലും ഇത് പ്രോപ്പറായിട്ടുള്ളൊരു പിക്കാണ്. അതിനുശേഷം താഴെ കാണുന്ന ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് കാർട്ടൂൺ ആകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ട്. സോ നിങ്ങൾ നെറ്റ് ഓൺ ആക്കിയിടാൻ ശ്രമിക്കുക. ഇവിടെ ഫ്രീ ട്രയലിൻ്റെ ഒരു ആഡ് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആഡ് വരും. ജസ്റ്റ് ആ ഒരു ആഡ് കാണുക. കാരണം ആ ഒരു ആഡ് കണ്ടാലേ നമുക്ക് ആ ഒരു ഇമേജ് പ്രോസസ്സായി കിട്ടത്തുള്ളൂ. ഓക്കെ, ആ ആഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യാം. അതിനായിട്ട് മുകളിൽ കാണുന്ന അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് ഈ ഒരു പിക്ചർ സേവ് ആകുന്നതായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ട ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്സാർട്ടാണ്. പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജസുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫേസ് വെച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഡ്രൈവിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫേസ് നിങ്ങളുടെയാണ്, അപ്പോൾ ഫേസ് നിങ്ങൾ എടുക്കുക. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം ബോഡി ആഡ് ചെയ്യാം. അതിനായിട്ട് ആഡ് ഫോട്ടോ കൊടുത്ത് ഞാൻ ബോഡി ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇഷ്ടമുള്ള കളറിലുള്ള ചൂസ് ചെയ്യാം. അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള പ്ലേസിൽ ഫിക്സ് ചെയ്യുക. ഏകദേശം ഓക്കെ. അതിനുശേഷം ഇനി നമ്മുടെ തലയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ വീണ്ടും താഴെ ആഡ് ഫോട്ടോ കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഹെഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും വേണ്ട. അതിനായിട്ട് താഴെ കാണുന്ന കട്ടൗട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടപ്പുറത്ത് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഹെഡിൻ്റെ ബോർഡറിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം മുകളിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹെഡ് മാത്രം സെലക്ട് ആയിട്ടുണ്ട്. സെലക്ട് ആകാത്ത ഭാഗങ്ങളെല്ലാം താഴെ കാണുന്ന റീസ്റ്റോർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൂടിപ്പോയാലും താഴെ ഇറേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തുടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഹെഡ് ഫുള്ള് ആക്കിയതിന് ശേഷം മുകളിൽ സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ് കുറച്ച് വലുപ്പത്തിൽ വെക്കണം. കാരണം എന്നാലും ഒരു കാർട്ടൂണിൻ്റെ ചില കാരിക്കേച്ചർ ലുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ബോഡിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലുപ്പത്തിൽ വേണം ഹെഡ് വെക്കാൻ. അപ്പോൾ ഫിക്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് ബോഡിയുടെ കളർ കുറച്ചുകൂടെ, ബോഡിയും ഫേസുമായിട്ടുള്ള കളർ മാച്ച് ചെയ്യാനായിട്ട് താഴെ കാണുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലെ സാച്ചുറേഷൻ ഒന്ന് കൂട്ടിക്കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ബോഡി ഹെഡുമായിട്ട് പക്ക കളറായിട്ടുണ്ട്. നമുക്കിനി നോക്കാൻ പോകേണ്ടത് ഇതിൻ്റെ ഷർട്ടിൻ്റെയൊക്കെ കളർ എങ്ങനെ മാറ്റാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് താഴെ നമുക്ക് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ എഫക്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങ് അറ്റത്തായിട്ട് കളേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് കളർ റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കളറാണോ മാറ്റേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീപ്ലേസ് ഹ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല കളറുകൾ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് കാണാം, അതിൻ്റെ ആ കയ്യിലൊക്കെ വേറെ ഒരു കളർ കയറുന്നില്ലേ എന്നൊക്കെ. അപ്പോൾ അത് മാറ്റാനായിട്ട് മുകളിൽ കാണുന്ന ഇറേസ് ബട്ടൺ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പതിയെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് മാറി കിട്ടുന്നതായിരിക്കും. നമുക്ക് ഷർട്ടിൻ്റെ കളർ മാത്രം മാറ്റി കിട്ടുന്നതുമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബോയ്സിൻ്റെ ബോഡി കൊടുത്തതിൻ്റെ കൂട്ട് തന്നെ ഞാൻ ഗേൾസിൻ്റെയും ഫീമെയിൽ ബോഡി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഗേൾസിനും അവരുടെ കാരിക്കേച്ചർ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമേജ് പെർഫെക്റ്റ് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പിക്സാർട്ടിൽ സേവ് ചെയ്യുമ്പോൾ ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. അതിന് മുകളിലായിട്ട് നമുക്കൊരു 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സേവ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ അങ്ങനെ നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ ഇമേജിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് സേവ് ആകുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാവുന്നതാണ്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് മാറ്റാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസുകളും അതുപോലെ തന്നെ മൊബൈൽ ഫോട്ടോഗ്രാഫി ടിപ്സും ട്രിക്സുകളൊക്കെയാണ് എൻ്റെ ഈ ഒരു ചാനൽ ഞായിടുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് പൊളിച്ചേക്കുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരിക്കും ഗുഡ് ബൈ.